പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന വാക്കിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതിന് മുൻപേ ആ സ്ഥാനത്തേക്ക് കാലങ്ങൾക്ക് മുൻപേ എത്തിയ നടൻ. ടെക്നോളജി വികസിക്കാത്ത കാലത്ത് തമിഴ് സിനിമകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ഫിലിം മേക്കർ. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പണ്ടേ നമുക്ക് കാട്ടിത്തന്ന തിരക്കഥാകൃത്ത്. എത്ര പറഞ്ഞാലും തീരാത്തത്ര വിശേഷണങ്ങൾ നമുക്ക് ചാർത്തി നൽകാവുന്ന ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ താരം കമലഹാസൻ. 6-ാം വയസ്സിൽ കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലൂടെയാണ് കമലഹാസൻ ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത്. ഈ സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡും നടൻ നേടി. കമലഹാസന്റെ അരങ്ങേറ്റം തന്നെ ഹിസ്റ്റോറിക്കലാണെന്ന് ചുരുക്കം. അവിടെ നിന്ന് അങ്ങോട്ട് പലവിധ റോളുകളിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിലേക്കെത്തി. കലാമൂല്യമുള്ള സിനിമകൾ, കൊമേഴ്ഷ്യൽ പടങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അദ്ദേഹം തൻ്റെ സിനിമാ യാത്ര തുടരുന്നു. ആ കരിയറിൽ ഉടനീളം ധാരാളം അവാർഡുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മികച്ച നടനുള്ള 4 ദേശീയ അവാർഡുകൾ, 11 സംസ്ഥാന പുരസ്കാരങ്ങൾ, 20 ഫിലിം ഫെയർ അവാർഡുകൾ. സിനിമയിലെ സംഭാവനകൾക്ക് കലൈമാമണി, പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങി എണ്ണമറ്റ പുരസ്കാരങ്ങൾ. കൂടാതെ 2016 ഫ്രഞ്ച് സർക്കാർ ഷെവലിയർ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ബാലതാരത്തിൽ നിന്ന് സകല കലാവല്ലഭനിലേക്കും അവിടെ നിന്ന് ആണ്ടവരിലേക്കും പിന്നെ ഉലക നായകനിലേക്കും എത്തിയ കമലഹാസന്റെ അത്യുജ്വലമായ കരിയർ എന്നും സിനിമാ ലോകത്തിൽ ഇൻസ്പിറേഷനാണ്. സിനിമ വെറും വിനോദം മാത്രമല്ലെന്നും അത് ജീവിതത്തെ, സമൂഹത്തെ, നമ്മുടെ മനസ്സുകളെ സ്പർശിക്കേണ്ട ഒന്നാണെന്നും തൻ്റെ സിനിമകളിലൂടെ കമലഹാസൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹേ റാം, വീരുമാണ്ടി, തേവർ മകൻ, വിക്രം, നായകൻ, മഹാനദി, ആളവന്താൻ, അങ്ങനെ എണ്ണം പറഞ്ഞ സിനിമകൾ. അതിൽ ഹേ റാം കാലത്തിനു മുൻപേ സഞ്ചരിച്ച ഒരു കലാസൃഷ്ടിയാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെയും വർഗീയ ലഹളകളുടെയും ഗാന്ധിവധത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഹേ റാം RSS എങ്ങനെയാണ് രാജ്യത്ത് വർഗീയ വിഷത്തിൻ്റെ വിത്തുകൾ പാകിയതെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തീവ്ര ഹിന്ദുത്വ ഇരുണ്ട വശങ്ങൾ തുറന്നു കാണിച്ച ഈ സിനിമ ഇറങ്ങിയത് 2000-ലാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. സിനിമയുടെ കഥാപശ്ചാത്തലം മാത്രമേ പഴയതാകുന്നുള്ളൂ. അതിൽ പറയുന്ന രാഷ്ട്രീയം ഇന്നും നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രസക്തമാണ്. തൻ്റെ നിലപാടുകൾ വിളിച്ചു പറയാൻ ഒരു കാലത്തും കമലഹാസൻ മടി കാണിച്ചിട്ടില്ല. മനുഷ്യത്വം, കമ്മ്യൂണിസം, ഗാന്ധിസം, നിരീശ്വരവാദം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അനീതിക്കെതിരെ എല്ലാ കാലത്തും ഉയരുന്ന ശബ്ദമായി കമൽഹാസൻ മാറിയിട്ടുണ്ട്. ഏത് കഥാപാത്രവും അങ്ങേയറ്റം പെർഫെക്ഷനോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ആ നാട്യവൈഭവം ഇന്ത്യൻ സിനിമ ഇനിയുമേറെ കാണാനിരിക്കുന്നതേയുള്ളൂ. എന്നും സിനിമയെ മാത്രം പ്രണയിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ ഉലക നായകന് 1000 പിറന്നാൾ ആശംസകൾ.